ഇന്ത്യ ഒട്ടാകെ ജൂലൈ 10 മത്സ്യകൃഷി ദിനമായി ആചരിച്ചു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ദേശീയ മത്സ്യകൃഷി ദിനാചരണവും മത്സ്യകൃഷിയെക്കുറിച്ചുള്ള പ്രഭാഷണവും 2 മത്സ്യകർഷകരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സിന്ധു സ്വാഗതവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബോധ ഷാജി അധ്യക്ഷതയും വഹിച്ചു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയിലെ ഞാറയ്ക്കൽ, എടമനക്കാട് എന്നീ പഞ്ചായത്തുകളിലെ മത്സ്യകർഷകരായ ക്ലിൻസി ജോയ്, ഡോളി തോമസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KS നിബിൻ, മിനി രാജു, നീതു വിനോദ്, അസീന അബ്ദുൽ സലാം, രമണി അജയൻ എന്നിവരും EK ജയൻ, ജിജി വിൻസെന്റ്, അഗസ്റ്റിൻ മണ്ടോത്ത്, വർഷ എന്നിവരും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂലൈ 10 ദേശീയ മത്സ്യകർഷക ദിനമായി നാം ആചരിക്കുന്നത്. ഏറെ അഭിമാനത്തോടെ പറയട്ടെ, ഒരു ശാസ്ത്രജ്ഞൻ നമ്മുടെ തൊട്ടടുത്ത ജില്ലയിലെ തൃശ്ശൂർ ജില്ലയിലെ എറിയാട് സ്വദേശിയാണ് ശ്രീ ഡോക്ടർ അലി കുഞ്ഞി സാർ. അദ്ദേഹത്തെ ഈ സംഭാവനകള് അതായത് മത്സ്യകൃഷിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇവരുടെ കണ്ടുപിടുത്തം ഏറെ സഹായിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ആഘോഷിക്കുന്നത് മത്സ്യകർഷകരെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്. വേറെ ഒരു സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. നമ്മുടെ സംസ്ഥാന അവാർഡുകൾ നമ്മുടെ ജില്ലയ്ക്ക് 6 അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ഊർജ്ജല കർഷകൻ തുടങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല രണ്ടാമത്തെ ജില്ല എറണാകുളം ജില്ലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ 6 അവാർഡുകൾ, 6 സംസ്ഥാന അവാർഡുകൾ നമ്മുടെ ജില്ലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ അവസരത്തിൽ 2 വനിതാ കർഷകരെ ആദരിക്കുന്നുണ്ട്. അതിനുശേഷം മത്സ്യകർഷകർക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട്. ഡോക്ടർ വിനു ജേക്കബ് ഫിഷറീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ക്ലാസ്സും നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബോധ ഷാജി, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EK ജയൻ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർമാരായിട്ടുള്ള ഷാഹിനി പ്രസാദ്, ഷെന്നി ഫ്രാൻസിസ്, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഫിഷറീസ് ഓഫീസർ സിന്ധു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, ഇന്ന് ദേശീയ കർഷക ദിനം നമ്മൾ ആചരിക്കുന്നത് നമ്മുടെയൊക്കെ ദിനമായിട്ട് ഓരോ ദിവസവും ഓരോ ദിനങ്ങൾ ആചരിക്കുന്ന ഒരു പ്രക്രിയ നമുക്കിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകരാണ് അല്ലേ? മണ്ണിൽ പണിയെടുക്കുന്നതും മണ്ണിൽ പണിയെടുപ്പിക്കുന്നതും അതുപോലെ തന്നെയാണ് ജലാശയങ്ങളെ ജീവിതോപാധികളാക്കി മാറ്റാൻ തരത്തിലുള്ള പദ്ധതികളും ആയിട്ട് ഫിഷറീസ് വരികയും അത് ഏറ്റവും കൂടുതൽ നമ്മുടെ 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട നമ്മുടെ ഈ കരയെ, ആ വിശേഷിച്ച കരയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർഷക തൊഴിലാളികളും കർഷകരും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും ഒക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ മത്സ്യത്തെ മാത്രമല്ല ചെമ്മീൻ ഉൾപ്പെടെയുള്ള കർഷകർ അവരെ കെട്ടിൽ മാത്രമായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. കെട്ട് എടുത്തിട്ട് ഇപ്പം അങ്ങനെയല്ല, പടത് ഉണ്ടാക്കുന്നു, ചെറിയ ചെറിയ കുളങ്ങൾ എല്ലാം ഇവിടെ ജീവിതോപാധികൾ കണ്ടെത്തുന്നു. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ മുന്നോട്ട് പോയിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഫീൽഡാണ് ഈ മത്സ്യ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും. ഒന്ന് കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ്. കാലാവസ്ഥ
കാലാവസ്ഥ വ്യതിയാനത്തിലൂടെ നമ്മൾ പണ്ട് ഒരു ചെറിയൊരു ജലാശയം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ഇന്നതല്ല. ആ ജലാശയത്തിൽ വളരാൻ പറ്റുന്ന തരത്തിലുള്ള ജീവികളെ അതനുസരിച്ചുള്ള ഒരു കാലാവസ്ഥ പോലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷം നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് നാം പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ശാസ്ത്രജ്ഞന്മാർ അവരും മത്സ്യ കർഷകർ തന്നെയായിരുന്നു. അല്ലേ ഡോക്ടർ അലിക്കുഞ്ഞ് ആകുന്നത് അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ്. ചൗധരി സാറായാലും പരീക്ഷണങ്ങളിലൂടെ ചെറിയ കാര്യത്തെ വലുതാക്കി നമുക്ക് എങ്ങനെ പ്രയോജനം ചെയ്യാം, നമ്മുടെ നാടിന് എങ്ങനെ പ്രയോജനം ചെയ്യാം, കർഷകർക്ക് എങ്ങനെ ജീവിതം മെച്ചപ്പെടുത്താം എന്നുള്ള നിലയിൽ അത് ശാസ്ത്രജ്ഞന ആ പ്രക്രിയ നടത്തിയാണ് ചെമ്മ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കഴിയുന്ന തരത്തിൽ ഉതകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വന്നിട്ടുള്ള മുഴുവൻ പേരെയും വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. സ്റ്റേറ്റിൽ തന്നെ 12:30 മണിക്കാണ് മുഖ്യമന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മൾ അതിന് മുമ്പേ തുടങ്ങി വെച്ച് 12:30 ആകുമ്പോൾ നമുക്ക് അവസാനിപ്പിച്ചിട്ട് ആ ഉദ്ഘാടനത്തിൽ നമുക്ക് പങ്കെടുക്കാനുള്ള രീതികൊണ്ടതാണ് തന്നെയാണ് നേരത്തെ നമ്മൾ ആരംഭിച്ചത്. നമ്മളിനി 2 കർഷകരെ നമ്മൾ ആദരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ നാവടെ പഞ്ചായത്തിലെ മത്സ്യകർഷകയായ ശ്രീമതി ക്രിസ്റ്റി ജോയ് 2021-22 പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജന പദ്ധതിയിലൂടെ ഫിഷറീസ് വകുപ്പിലെ കീഴിൽ 3 വർഷമായി ഒരു ജല മത്സ്യക്കൂട് കൃഷി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഫിഷറീസ് ഓഫീസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെ മുറിയിലേക്ക് വന്നത് അവർക്ക് ഈ മത്സ്യ കർഷക ദിനം ആചരിക്കുന്നതിന് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ആ നിമിഷം തന്നെ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടുന്ന ഭരണസമിതി അംഗങ്ങൾ ആ പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ അതിന് സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾ അവർക്ക് നൽകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ ദേശീയ മത്സ്യ കർഷക ദിനം വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. ഭരണസമിതി അധികാരമേറ്റപ്പോൾ തന്നെ നമ്മുടെ വൈപ്പിൻകരയിലെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 3 ദിവസത്തെ ശില്പശാല ഞങ്ങൾ സംഘടിപ്പിക്കുകയും അതിൽ മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കായലിൻ്റെയും കടലിൻ്റെയും പ്രശ്നങ്ങൾ ഉൾപ്പെടെ അതിപ്രഗത്ഭന്മാരായ വിദഗ്ധന്മാരെ കൊണ്ട് അവരുടെ ശില്പശാല നയിക്കുകയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അഭിപ്രായങ്ങൾ ഞങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് 7% KCC ലോൺ കൊടുക്കുന്നത്. സബ്സിഡി ഉണ്ട്. അപ്പോൾ സബ്സിഡി വരുന്നത് 3%. നമ്മൾ കറക്റ്റായിട്ട് പേയ്മെന്റ് ഫുള്ളടച്ച് റിന്യൂവൽ ചെയ്ത് കഴിഞ്ഞാൽ 3% പലിശ നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറുന്നതാണ്. അത് നോർമലി വരുന്നത് 4% ആയിരിക്കും. പിന്നെ ഇപ്പോൾ 1.60 ലക്ഷം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഈടൊന്നും വേണ്ട. നോർമലി കരടച്ച റെസിപ്റ്റാണ് നോക്കുന്നത്. പിന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പൊസിഷൻ സർട്ടിഫിക്കറ്റ്, വാടകയ്ക്കാണെങ്കിൽ ലീസ് എടുത്താണ് ചെയ്യുന്നുണ്ടെങ്കിൽ വാടകക്കരാറും കൂടെ വെക്കേണ്ടി വരും. അതല്ലാതെ നമുക്ക് വേറെ ഡോക്യുമെന്റ്സിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ ഏകദേശം പെട്ടെന്ന് തന്നെ ലോൺ ശരിയാക്കി തരണം എന്ന് തന്നെയാണ് അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹം. എല്ലാവരും ഊർജ്ജല മത്സ്യ കർഷകരാണെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? ഊർജ്ജല മത്സ്യ കർഷകരെല്ലാവരും കൈവക്കോ? ഊർജ്ജല മത്സ്യ കർഷകർ, ശുദ്ധജല മത്സ്യ കർഷകരാരൊക്കെയുണ്ട്? ശുദ്ധജലത്തിലുള്ള ആരും തന്നെ ഇല്ലെന്നാണ് തോന്നുന്നു. ഇവിടെ ഇല്ല. അപ്പൊ ഓക്കെ. അപ്പൊ നമുക്ക്
നമുക്ക് ഓരുജലത്തില് വളർത്താനായിട്ട് നമുക്ക് ഏറ്റവും യോജിച്ച മത്സ്യം സൈലന്റ് ആയിരിക്കും കൃഷിയാണ് കരിമീൻ കൃഷി. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇവിടെ ഓരുജലമാണുള്ളത്. പിന്നെ ആ ഓരുജലത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ മത്സ്യവും കരിമീനാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു വരും. പിന്നെ കരിമീന്റെ ഗുണം എന്താണ്? കരിമീന് മാർക്കറ്റിൽ എപ്പോഴും വിലയുണ്ട്. നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും വില കുറച്ച് കൊടുക്കേണ്ട ഒരു സംഭവമേ വരുന്നില്ല. എപ്പോഴും ഒരു 450 രൂപയ്ക്ക് മേലെ വിലയുണ്ട് കിലോയ്ക്ക്. ചെറുതാണെങ്കിലും വില കുറയും അല്ലെ? എന്നാലും നമ്മൾ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റിലുള്ള ഒരു മത്സ്യമാണ് കരിമീൻ. അപ്പൊ നമുക്ക് നോക്കാം, കരിമീനെ നമുക്ക് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു നല്ല കൃഷി രീതിയല്ലേ? നല്ലൊരു സാധ്യതയുള്ള മേഖലയല്ലേ? എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവില്ലേ കരിമീൻ കുഞ്ഞിന്? അതെ, ഞാൻ ഹാച്ചറിയിൽ വർക്ക് ചെയ്തുകൊണ്ട് പറയുകയാണ്, എനിക്കറിയാവുന്നതാണ്. ഹാച്ചറിയിൽ ഉത്പാദിപ്പിക്കുന്ന കരിമീന് എപ്പോഴും തികയാണ്ട് വരുന്ന പ്രശ്നമേ ഉള്ളൂ. ഉണ്ടായിട്ട് ഒരിക്കലും ഡിമാൻഡ് ഇല്ലാണ്ടുള്ള അവസ്ഥയില്ല. പല മത്സ്യക്കുഞ്ഞുങ്ങൾക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടും കർഷകരുടെ സൈഡിൽ നിന്ന് ഡിമാൻഡ് ഇല്ലാത്ത അവസ്ഥ വരാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതിന്റെ പേര് എനിക്കറിയാമോ? ഞങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഉണ്ടാക്കി ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ടാവും. പക്ഷെ ഒരു കർഷകന് പോലും ഇവിടെ വേണ്ടാതെ വരുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്.